90 വർഷം തികച്ച നവതി ആഘോഷിച്ച കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ്. 1922 സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ് സ്ഥാപിതമാകുന്നത്. അഭിവന്യ കുര്യാളശ്ശേരി പിതാവാണ് കോളേജിൻ്റെ സ്ഥാപക പിതാവ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മഹത്തായ സ്ഥാപനമാണ് ഈ കോളേജ്. എസ് ബി കോളേജിനെ വ്യത്യസ്തവും മികവുള്ളതുമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ. മുൻ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മാരൂരച്ചൻ 1986 തന്നെ ഇവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങളും കണ്ടുപിടുത്തങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി 1990 അക്കാഡമിക് റിവ്യൂ എന്ന ഗവേഷണ പ്രസിദ്ധീകരണം ആരംഭിക്കുകയുണ്ടായി. ഇന്ന് ഇംഗ്ലീഷ്, മലയാളം, ഇക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കൊമേഴ്സ് എന്നീ 8 ഡിപ്പാർട്ട്മെൻറ്റുകൾ MG യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത റിസർച്ച് സെൻറ്ററുകളാണ്. നാനോ ടെക്നോളജി, സ്മാർട്ട് മെറ്റീരിയൽസ് ടെക്നോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, പ്ലാസ്മ ഫിസിക്സ്, പോളിമർ കെമിസ്ട്രി എന്നീ അതിനൂതന ഗവേഷണ മേഖലകളിൽ ഞങ്ങൾ നടത്തുന്ന ഗവേഷണം അന്തർദേശീയ നിലവാരം പുലർത്തുന്നു എന്നത് വിനയപൂർവ്വം ഇവിടെ പ്രസ്താവിക്കട്ടെ. ഓഗസ്റ്റ് 31 സ്ഥാപിതമായ ഈ ലൈബ്രറി കേരളത്തിലെ തന്നെ കോളേജ് ലൈബ്രറിയിൽ വെച്ച് കളക്ഷനിൽ ഏറ്റവും വലുതും അതോടൊപ്പം തന്നെ സേവനത്തിലും മികവുറ്റതുമായ ഒരു ലൈബ്രറിയാണ്. റീഡേഴ്സ് ആർ ലീഡേഴ്സ് എന്നുള്ള ആപ്തവാക്യം കൈമുതലായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇതിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും വിജ്ഞാനത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുവാനും ഉന്നതമായ ശൃംഖങ്ങളിൽ എത്തിച്ചേരുവാനും ഈ ലൈബ്രറി സഹായകമാകുന്നു. 1,30,000 പരം ബുക്കുകളും 12,500 പരം ബൗണ്ട് വോളിയംസും 220 ജേർണൽസ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ, 16 ന്യൂസ് പേപ്പേഴ്സും ഉൾക്കൊള്ളുന്നതാണ് ഈ ലൈബ്രറിയുടെ കളക്ഷൻ. അതോടൊപ്പം തന്നെ കമല സുറയ്യ സ്റ്റഡീസ് സെൻറ്റർ, ലോറൻസ് ഡറൽ സ്റ്റഡീസ് സെൻറ്റർ, ഹെർമൻ ഗുണ്ടർ സ്റ്റഡീസ് സെൻറ്റർ എന്നിവയും ഈ ലൈബ്രറിയിൽ തന്നെ സ്ഥാപിതമായിരിക്കുന്നു. 2005 സ്ഥാപിതമായിരിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറി 24 കമ്പ്യൂട്ടേഴ്സ്, വൈഫൈ കണക്ടിവിറ്റിയോട് കൂടിയ ലൈബ്രറി, 2200 ജേർണൽസ്, എൻലിസ്റ്റ് ജേർണൽസും 75,000 പരം ഇ ബുക്സും പ്രദാനം ചെയ്തുകൊണ്ട് കുട്ടികളെ ഈ ലൈബ്രറിയിലേക്ക് ആകർഷിക്കുന്നു. ഞങ്ങളാണ് എസ് പി കോളേജിൻ്റെ യൂണിയൻ ടീം. കോളേജ് യൂണിയൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുക എന്നതാണ് കോളേജ് യൂണിയൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ട് പ്രധാനമായിട്ടും കലാകായിക മേഖലകളിൽ കോളേജിലെ സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് ഊന്നൽ കൊടുക്കുക എന്നതാണ് കോളേജ് യൂണിയൻ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ പ്രധാനമായിട്ടും ഈ വർഷം ചെയ്ത പരിപാടി ഞങ്ങൾ കോളേജ് യൂണിയൻ ഇനാഗ്രേഷനോട് കൂടിയാണ് ഞങ്ങളുടെ കോളേജ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. രാജനാരായണ സ്വാമിയാണ് യൂണിയൻ ഇനാഗ്രേഷൻ ചെയ്തത്. നിവിൻ പോളിയാണ് ആർട്സ് ക്ലബിന് ഇനാഗ്രേഷൻ കൊടുത്തത്. ഒരു ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ആർട്സ് ക്ലബ്ബ്, ആർട്സ് ഫെസ്റ്റ് ഈ വർഷം ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. ഏകദേശം ഒരു 8:30 രാത്രിയിൽ 8:30 വരെയുള്ള നീണ്ടു നിന്ന ഒരു ആർട്സ് ഫെസ്റ്റ് ആയിരുന്നു ഈ വർഷം ഞങ്ങൾ നടത്തിയിരുന്നത്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഞങ്ങൾക്ക് 5ാം സ്ഥാനം ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഈ വർഷം കോളേജിൽ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട 10ഓളം അന്താരാഷ്ട്ര തലത്തിലുള്ള ചലച്ചിത്രങ്ങൾ കോളേജ് ക്യാമ്പസിൽ തന്നെ, കോളേജ് തിയേറ്ററിൽ തന്നെ നടത്താനായിട്ട് ഞങ്ങൾ നേതൃത്വം കൊടുത്തു.
പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചിറമേലച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു അവയദാന ഫോറം രൂപീകരിച്ചു. ഏതാണ്ട് 200 മെമ്പേഴ്സ് ഞങ്ങളുടെ ഈ ഒരു ഫോറത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പങ്കാളികളായി. SP കോളേജിനെ കുറിച്ച് പറയുമ്പോൾ SP കോളേജ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഒരു സ്റ്റുഡൻറ്റിന് വളരാനായിട്ട് ഉള്ള ഒരു വേദി ഈ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല സൗഹൃദങ്ങൾ, നല്ല നല്ല സാഹചര്യങ്ങൾ, നല്ല നല്ല അന്തരീക്ഷങ്ങളൊക്കെയാണ് ഈ ക്യാമ്പസിനെ എന്നും ജീവസുറ്റതായിട്ട് നിലനിർത്തുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത സഭയ്ക്കും സമൂഹത്തിനും ചെയ്യുന്ന സേവനങ്ങളുടെ ഏറ്റവും വലിയൊരു മകുട ഉദാഹരണമാണ് ചങ്ങനാശ്ശേരി സെയിൻറ്റ് ബർക്ക്മാൻസ് കോളേജ്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സെയിൻറ്റ് ബർക്ക്മാൻസ് കോളേജ് കൂടാതെ അസംഷൻ കോളേജ്, B.Ed കോളേജുകൾ, അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുണ്ട്. ചങ്ങനാശ്ശേരി SB കോളേജ് അതിൻ്റെ ആരംഭം, അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1889 തിരിച്ച് നമ്മൾ പോകേണ്ടി വരും. അന്ന് ചാൾസ് ലെവീഞ്ഞ് പിതാവ് ഈ പരിസരങ്ങളിലൊന്നും ഒരു ഡിഗ്രിയുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ഒരാൾ പോലും ഇല്ല എന്നുള്ള ആ ദുഃഖത്തിൻ്റെ ഭാരം പേറിക്കൊണ്ട് 1889 ഇങ്ങനെയൊരു കോളേജ് ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുശേഷം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അഭിമന്യ പിതാവിന് നേരിടേണ്ടി വന്നു. പിതാവിൻ്റെ പിൻഗാമിയായ മാർ കുര്യാളശ്ശേരി പിതാവ് 1922 ഈ കോളേജ് ഇന്നിവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തേക്ക് SB ഹൈസ്കൂളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. സഭ വിദ്യാഭ്യാസ രംഗത്ത് എന്തിന് നിലനിൽക്കുന്നു എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോഴും അതിൻ്റെ സത്യമായിട്ടുള്ള സഭയുടെ വിദ്യാഭ്യാസ ദർശനം കൊടുക്കുവാൻ ഈ കോളേജ് പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോയൽ വർഗീസ്. ഞാൻ SB കോളേജിൽ MA എക്കണോമിക്സ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. UGCയുടെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2013 UGCയുടെ നെറ്റ് എക്സാം എക്കണോമിക്സിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ആണ് എനിക്ക് ഈ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത്. എനിക്ക് കാഴ്ചയിലും കേൾവിയിലും വൈകല്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ വൈകല്യങ്ങളെക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ഈ ടെസ്റ്റിൽ വിജയകരമായി പെർഫോം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പഠനത്തിൽ എന്നെ സഹായിച്ച ഒട്ടനേകം പേരുടെ സഹായങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ പ്രോത്സാഹനവും അവരുടെ സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ 3ാം വർഷ മലയാള സാഹിത്യ വിദ്യാർത്ഥിയാണ്. SB കോളേജിൽ കടന്നു വന്നതിന് ശേഷമാണ് ഞാൻ കവിതയിൽ സജീവമാകുന്നത്. പ്രത്യേകിച്ച് എൻ്റെ കവിതകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ മണ്ണിൻ്റെ ഒരു നിശബ്ദതയും ഈ SB കോളേജിൻ്റെ ഒരു ശാന്തതയുമൊക്കെയാണ്. ഈ മണ്ണിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ ചൈതന്യം എപ്പോഴും കവിതയിലേക്ക് ആവാഹിക്കാനുള്ളൊരു ശ്രമം ഞാൻ നടത്താറുണ്ട്. പ്രത്യേകിച്ച് ബിബ്ലിക്കൽ ഇമേജിലൂടെ കവിതകളെ അവതരിപ്പിക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ബലിയും ആ ബലിയിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന ഉയർപ്പും അങ്ങനെ മനുഷ്യവംശത്തിൻ്റെ ഒരു പുനരുത്ഥാനവുമൊക്കെ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ കവിതകൾക്ക് ഈ ഇടം ഏറ്റവും നല്ല ഒരിടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കവിതയിൽ എപ്പോഴും നിശബ്ദത കൊണ്ടുവരുവാനും അതിലൂടെ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആത്മീയ ചൈതന്യത്തെ കവിതയിലൂടെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു ശ്രമമാണ് ഞാൻ എൻ്റെ കവിതയിലൂടെ എപ്പോഴും നടത്താറുള്ളത്. SB കോളേജിലെ ഷേക്സ്പിയർ തിയേറ്ററിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1937 MP പോൾ സാറ് ആണ് ആദ്യമായിട്ട് മക്ബത്ത് ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ്. അതിനുശേഷം ഇതുവരെ നമുക്ക് 20-ലധികം പ്രൊഡക്ഷൻസ് വന്നു. അതിൽ 14ഓളം ഷേക്സ്പിയറുടെ ക്ലാസിക്കുകൾ ഒന്നിലേറെ തവണ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ നാടകം എന്ന് പറയുന്നത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ ഒരു കൊളാബറേറ്റീവ് എഫർട്ടാണ്, സഹകരിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിലെ ഷേക്സ്പിയറുടെ വളരെ പ്രസിദ്ധമായ നാടകങ്ങൾ, ട്രാജഡികളും കോമഡികളും എല്ലാം ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇത് ഈ കൊളാബറേറ്റീവ് എഫർട്ട് ആയതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും സഹകരണം എന്ന് പറയുന്നത്, അവരുടെ ഇടയിലുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ആണ് ഉള്ളത്. ഷേക്സ്പിയർ തിയേറ്ററിൽ എപ്പോഴെങ്കിലും മുഖം കാണിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമാണത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫോമിങ് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ കയറി ഒരു കഥാപാത്രമായിട്ട്, അത് ഇംഗ്ലീഷ് ഒരു കഥാപാത്രമായിട്ട്, ഷേക്സ്പിയർ ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച് സ്വയം ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്. ആത്മവിശ്വാസം കുറഞ്ഞ കുട്ടികളൊക്കെ നാടകത്തിലെ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ സാധിക്കുമല്ലോ എന്നൊരു അത്ഭുതത്തോടെ അവർ തന്നെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കോളേജിലെ തിയേറ്ററിന് ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിമൻസ് സെല്ലിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഇവിടെ ഇനോഗ്രൽ പരിപാടി നടത്തുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഫേമസ് പേഴ്സണാലിറ്റി, ഒരു വിമൻ പേഴ്സണാലിറ്റിയെ കൊണ്ടുവരികയും നല്ലൊരു ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നതുമാണ്. ഗ്രീവൻസ് സെല്ലിൻ്റെ ഭാഗമായി വിശ്രമ മുറികളിൽ കംപ്ലയിൻറ്റ് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന കംപ്ലയിൻറ്റുകൾ ഇവിടെ ആകുന്ന വിധത്തിൽ പെൺകുട്ടികൾക്കായി പരിഹരിക്കപ്പെടുന്നുമുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സുകൾക്ക് ശേഷം പെൺകുട്ടികൾക്കായി വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. കുക്കിംഗ് ക്ലാസ്സുകളും മറ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പരിപാടികളും നടത്താറുണ്ട്. ആയിരത്തി 1927 സമാരംഭിച്ച SP കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ മറ്റുള്ള കോളേജുകളിൽ നിന്നും വിഭിന്നമാക്കുന്നത് SP കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചുള്ള ഈ മ്യൂസിയമാണ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ പുരാതനവും നിലവിലുള്ളതുമായ ജീവികളുടെ ഒരു കലവറയാണ്. 2000-ൽ പരം വരുന്ന ജീവികളെ അതിൻ്റെ വർഗവ്യത്യാസം അനുസരിച്ച് ശാസ്ത്രീയ നാമം നൽകി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കോളേജിലും പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എപ്പോഴും ഉപയോഗിക്കുവാൻ പറ്റിയ ഒരു നിലവിലുള്ള നിഘണ്ടു തന്നെയാണ് ഈ മ്യൂസിയം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ജീവികളെ അവയുടെ ചരിത്രം മനസ്സിലാക്കുന്നതിനും അതിലുപരി ശാസ്ത്രത്തിൻ്റെ തന്നെ ചരിത്രം മനസ്സിലാക്കുന്നതിനും ഈ മ്യൂസിയം വളരെയേറെ ഫലപ്രദമാണ്. 2000-ലധികം വരുന്ന ജീവികളെ ഇവിടെ പ്രത്യേകമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. വളരെ അപൂർവമായി മാത്രം കാണുന്ന പെറ്റോസ്കി സ്റ്റോൺ ഏതാണ്ട് 230 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു ഉടലെടുത്ത ജീവികളെ ഇവിടെ ഒരു അപൂർവ വസ്തുവായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് പോലെ തന്നെ അനവധി സ്കെൽട്ടൽ പ്രിപ്പറേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. കുതിര, ആന, കടൽപ്പന്നി, കുരങ്ങൻ എന്നു തുടങ്ങി അനവധി ജീവികളുടെ സ്കെൽട്ടൽ പ്രിപ്പറേഷൻസ് കാണാം. നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളെ ആധ്യാത്മിക ജീവിതത്തിൽ തീഷ്ണതയുള്ളവരാക്കണം, പ്രാർത്ഥനാ ജീവിതത്തിൽ അവരെ പരിപോഷിപ്പിക്കണം, ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ളവരാക്കണം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സ്ഥാപിതമായ പ്രസ്ഥാനമാണ് CSM അഥവാ കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനം. കോളേജിനോളം തന്നെ ചരിത്രമുള്ള ഈ പ്രസ്ഥാനം വർഷങ്ങളായി നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. പ്രാർത്ഥനാരൂപി കുട്ടികളെ വളർത്താൻ വേണ്ടി എല്ലാ ബുധനാഴ്ചയും, അക്കാഡമിക് ഇയറിലെ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1:30 മുതൽ ഇവിടെ കൊന്ത നമസ്കാരം നടത്തപ്പെടുന്നു. ഒപ്പം തന്നെ നമുക്ക് ധാരാളം വൈദികരുടെ സേവനം ലഭ്യമായതുകൊണ്ട് കുംഭസാരം എന്ന കൂദാശയും അവർക്ക് പരികർമ്മം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനുവൽ റിട്രീറ്റ് കുട്ടികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രത്യേകം എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായി നടത്തി വരികയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അർഹരായ എല്ലാ നിർധനരായ കുട്ടികൾക്കും നമ്മളിവിടെ നൂൺ മീൽസ് പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണമനുസരിച്ച് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്ന പദ്ധതി വളരെ വിജയപ്രദമായി വർഷങ്ങളായി ഇവിടെ നടന്നു വരികയാണ്. ഈ വർഷം
ആ വിശ്വാസ വർഷമായതുകൊണ്ട് പ്രത്യേകമായി വിശ്വാസ വർഷത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വർഷമായി CSM പ്രത്യേകമായി കരുതിയിരിക്കുകയാണ് ഈ വർഷം. ഒപ്പം തന്നെ എല്ലാറ്റിനും ഉപരി ഈശോയിൽ തീഷ്ണതയുള്ള കുറേ യുവാക്കന്മാരെ വളർത്തിയെടുക്കുക. ഈശോയെ സ്നേഹിക്കുന്ന കാത്തലിക് വിശ്വാസത്തിൽ വളരുന്ന കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും നമുക്ക് ഈ CSM വഴി ഉദ്ദേശിക്കുന്നത്. SBയിൽ പഠിക്കാൻ വരുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ മുത്താണ്. പരിശീലനത്തിലൂടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളിലൂടെ ആ മുത്തിൻ്റെ തിളക്കമേറ്റാനാവും, മാറ്റി വർദ്ധിപ്പിക്കാനാവും എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഗമമാണ് HRD അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. SBയിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങുന്ന മിടുക്കരെയും മിടുക്കികളെയും അവർക്ക് ഉചിതമായ ജോലി നൽകാൻ തയ്യാറായിട്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി ആയി പ്രവർത്തിക്കുകയാണ് HRD അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. വെറും ഒരു കണ്ണിയായി പ്രവർത്തിക്കുക മാത്രമല്ല, വ്യക്തിത്വ വികസനത്തിനും നൈപുണ്യ വികസനത്തിനും ആവശ്യമായിട്ടുള്ള പ്രായോഗിക പരിശീലനങ്ങൾ, ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, ട്രെയിനിങ്ങുകളെല്ലാം തന്നെ കോളേജ് HRD സംഘടിപ്പിക്കാറുണ്ട്. ഇനി ഞാൻ കോളേജിലെ ബെർക്ക്മാൻസ് കൗൺസിലിംഗ് സെൻറ്ററിനെ പരിചയപ്പെടുത്തട്ടെ. പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കുട്ടികൾക്ക് ചില മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായേക്കാം. തങ്ങൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, തങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഓടിവന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല ചങ്ങാതി, അതാണ് ബെർക്ക്മാൻസ് കൗൺസിലിംഗ് സെൻറ്റർ. ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ വിദഗ്ധരായ 2 ഫുൾ ടൈം കൗൺസിലേഴ്സ് ഉണ്ട്. ഒരു മെയിൽ കൗൺസിലറും ഒരു ഫീമെയിൽ കൗൺസിലറും. കുട്ടികൾക്ക് ഏതൊരവസരത്തിലും കൗൺസിലേഴ്സിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ അഥവാ IQAC എന്ന് പറയുന്നത് കോളേജിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും അതിൻ്റെ ഗുണനിലവാരം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ബോഡിയാണ്. കോളേജിൻ്റെ പ്രിൻസിപ്പൽ, മാനേജർ, ലൈബ്രറിയൻ, ബർസാർ തുടങ്ങിയ സ്ഥിരാംഗങ്ങളും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ബോഡിയാണ് IQAC എന്ന് പറയുന്നത്. കോളേജിൻ്റെ അക്രഡിറ്റേഷൻ, റീ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സകല പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ഈ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലാണ്. കോളേജ് 3 പ്രാവശ്യം അക്രഡിറ്റ് ചെയ്യപ്പെട്ടു. ആദ്യ തവണ A+5 സ്റ്റാർ പദവിയോടും അതിനുശേഷം A+, പിന്നീട് A പദവിയോടുകൂടി കോളേജ് അക്രഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചത് IQAC ആണ്. ചങ്ങനാശ്ശേരി SB കോളേജിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന NCC യൂണിറ്റുകൾ 2ആണുള്ളത്. NCCയുടെ നേവൽ യൂണിറ്റും NCCയുടെ ആർമി യൂണിറ്റും. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോളേജിൻ്റെ പേര് ഉയർത്തുവാനായിട്ട് ഈ 2 യൂണിറ്റുകൾക്കും വർഷങ്ങളായിട്ട് സാധിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ഡേക്ക് കേരളത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ട് SB കോളേജിൽ നിന്നും 1ലധികം കേഡറ്റുകൾ എല്ലാ വർഷവും പോവുകയും നൗസൈനിക് ക്യാമ്പ്, ആനുവൽ ലീഡർഷിപ്പ് ക്യാമ്പ്, ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് ഇവയിലെല്ലാം കോളേജിൻ്റെ മുൻപന്തിയിൽ കൊണ്ടുവരുവാനായിട്ട് ഈ യൂണിറ്റുകൾക്ക് സാധിക്കാറുണ്ട്. RB വിഭാഗത്തിൽ 150 വിദ്യാർത്ഥികളും നേവി വിഭാഗത്തിൽ 50 വിദ്യാർത്ഥികളുമാണ് എല്ലാ വർഷവും എൻറോൾ ചെയ്യുന്നത്. കോളേജിലെ പാഠ്യേതര വിഷയമായ NCCയിൽ പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഈ വിദ്യാർത്ഥിയിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ഈ കലാലയത്തിൽ ഇന്ന് 2500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 150ഓളം അധ്യാപകരും 75ഓളം അനധ്യാപകരും ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്.
ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഗ്രി വിഭാഗത്തിൽ 17 കോഴ്സുകളും PG തലത്തിൽ 18 കോഴ്സുകളും MPhil വിഭാഗത്തിൽ 3 കോഴ്സുകളും ഉണ്ട്. ഈ കോളേജിലെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവേഷണ ബിരുദം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ്.